സഹോദരങ്ങളായ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ സി.പി.എം. പ്രവർത്തകർക്ക് ശിക്ഷ. കേസിൽ പ്രതിയായി വിചാരണയ്ക്ക് ഹാജരാകാത്ത ആർമി ഉദ്യോഗസ്ഥന് അറസ്റ്റ് വാറന്റും കോടതി പുറപ്പെടുവിച്ചു. സഹോദരനോടൊപ്പം ജോലി സ്ഥലത്ത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ബി.ജെ.പി. കണ്ണൂർ ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ബൈക്കിലും മറ്റുമായി എത്തിയ സി.പി.എം. പ്രവർത്തകർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് 10 സി.പി.എം. പ്രവർത്തകരെ വിവിധ വകുപ്പുകൾ പ്രകാരം 19 വർഷം തടവിനും 57,000 രൂപ വീതം പിഴ അടയ്ക്കാനും കോടതി ശിക്ഷിച്ചത്. മുതുകുറ്റിയിലെ മത്തിപ്പാറമ്മൽ വിനു, ചെമ്പിലോട്ടെ എം ലിജിൻ, അലവിലെ ചാലിൽ പറമ്പത്ത് വിജിൽ, പൊതുവാച്ചേരിയിലെ കുനിമേൽ സുധി, കെ മിഥുൻ, മൗവേരിയിലെ എം ഷിനോജ്, പാടിച്ചാൽ സായൂജ്, പടിക്കലക്കണ്ടി ഹാഷിം, ഇരുവേരിയിലെ സി ഷനിൽ, കുളങ്ങര സുബിൻ, രാഹുൽ, റിനീഷ്, പറമ്പത്ത് വിജേഷ് എന്നിവരാണ് പ്രതികൾ. ഇതിൽ ഒന്നാം പ്രതി പാറമ്മൽ വിനു കേസ് വിചാരണ സമയത്ത് ഹാജരായിരുന്നില്ല. പ്രതിയുടെ പേരിലുള്ള കേസുകൾ പിന്നീട് പരിഗണിച്ച് ഇതേ കോടതി തീർപ്പ് കൽപ്പിക്കും. ശേഷിക്കുന്ന 10 പേരെയാണ് കോടതി ശിക്ഷിച്ചത്. 2015 ഫെബ്രുവരി 25 രാവിലെ 8:30 ചക്കരയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുതുകുറ്റിയിൽ വെച്ചാണ് സംഭവം നടന്നത്. ബി.ജെ.പി. പ്രവർത്തകനായ കുവേരി മുതുകുറ്റിയാലെ ചാലിൽ പൊയിൽ സി.പി. രഞ്ജിത്തിനെ ബൈക്കിലും മറ്റുമായി എത്തിയ സി.പി.എം. പ്രവർത്തകർ മാരകായുധങ്ങളുമായി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. സഹോദരൻ സി.പി. രജീഷിന്റെ കൂടെ KL 58 B 291 ബൈക്കിൽ യാത്ര പോകുമ്പോഴായിരുന്നു സംഭവം. ചക്കരയ്ക്കൽ പോലീസ് ചാർജ് ചെയ്ത കേസിൽ പഞ്ചമിയിൽ സി.പി. രജീഷ്, വിപിൻ കെ, ദീപ്തി, ഷാജി, ടി.K. രമ, ടി. ഡോക്ടർ ശിവകുമാർ, പോലീസ് ഓഫീസർമാരായ രവീന്ദ്രൻ, ദീപക്, ഷാജി, പ്രദീപ് ടി, വി. കുഞ്ഞിരാമൻ, സുരേഷ് ബാബു തുടങ്ങിയവരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. കേസിൽ ശക്തമായ സാക്ഷിമൊഴികളും തെളിവുകളും പ്രതികൾക്ക് കോടതിയിൽ തിരിച്ചടിയാവുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ രഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്കും അടിച്ചു തകർത്തതുമായിട്ടാണ് പരാതി. പിഴ സംഖ്യ പരിക്കേറ്റ ബി.ജെ.പി. പ്രവർത്തകന് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ അധിക ശിക്ഷ അനുഭവിക്കണം. കേസിൽ 9, 11 പ്രതികളായ ഷനിൽ, രാഹുൽ എന്നിവർ കോടതിയിൽ നിന്നും അനുവാദം വാങ്ങിപ്പോയതിനാൽ അവരുടെ പേരിലുള്ള കേസും പിന്നീട് ഇതേ കോടതി പരിഗണിക്കും. പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ 7 വർഷം വീതമാണ്. ശിക്ഷകൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. കോടതിയിൽ ഹാജരാകാത്ത 2 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ചണ്ഡീഗഡിൽ ജോലി ചെയ്യുന്ന കേസിലെ പ്രതിയായ രാഹുൽ പട്ടാളക്കാരനാണ്. രാഹുൽ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തലശ്ശേരി 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് റൂബി കെ ജോസ് മുമ്പാകെ പരിഗണിച്ചു വന്ന കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ രൂപേഷ്, പി. പ്രേമരാജ് എന്നിവരാണ് ഹാജരായത്. സംഭവം നടന്ന് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കേസിൽ വിധി വന്നിരിക്കുന്നത്. സംഭവം നടന്ന കാലത്ത് കണ്ണൂരിൽ സി.പി.എം. ബി.ജെ.പി. സംഘർഷങ്ങൾ പതിവായിരുന്നു. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയവും കൊലപാതകങ്ങളും നിരവധി അരങ്ങേറുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും കോടതിയിൽ നൽകിയ മൊഴികളിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.